ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ കാണിക്കുന്നത് ഗീതു പ്രണയലേഖനം എഴുതുകയാണ്. അങ്ങനെ കട്ടിലേ കിടന്ന് ഒരു വലിയ പേപ്പർ എടുത്ത് വെച്ച് എഴുതുന്നു. ഗീതു ഓരോന്ന് എഴുതും കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടനോട് എൻ്റെ പ്രണയം ഞാൻ എങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് എഴുതും. ഇത്ര വളച്ച് ചുറ്റിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ചുറ്റി ഒരു ഏറ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്ന് എഴുതും കേട്ടോ. ഒത്തിരി വളച്ചു ചുറ്റി വേണ്ട, തുറന്ന് പെട്ടെന്ന് തന്നെ പറയണം, എന്തിലും മനസ്സിലേക്ക് പെട്ടെന്ന് ആഴത്തിൽ അതങ്ങ് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗീതു ലെറ്റർ എഴുതുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം ഗോവിന്ദ് റെക്കോർഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഏത് രീതിയിൽ അവളുടെ അടുത്ത് റെക്കോർഡ് ചെയ്യും. ഗോവിന്ദ് ഓരോ രീതിയിൽ റെക്കോർഡ് വേണ്ട ഇതൊക്കെ ഭയങ്കര പഴഞ്ചൻ രീതിയാണ്, പുതിയ വല്ലതും ഐഡിയ നോക്കാം എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുവാണ്. എന്നിട്ട് ഗോവിന്ദ് ആദ്യം തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് പ്രണയം പറയണം, എനിക്ക് നിന്നോട് ഇഷ്ടം എന്നുള്ള രീതി വേണ്ട ഇത്ര വളച്ചു ചുറ്റിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയാണ്. രണ്ടുപേരും എഴുതുന്നത് ഇങ്ങനെ ഒരാൾ എഴുതുന്നു, ഒരു റെക്കോർഡ് ചെയ്യുന്നു, അതിങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേർക്ക് ചെയ്തിട്ട് അതങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. നിൻ്റെ ഗോവിന്ദേട്ടൻ പ്രണയം പറയുമെന്ന് പറഞ്ഞാൽ പറയൂടി പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുട്ടികളുടെ അമ്മയായിട്ട് നീ വരുന്നുണ്ടോ, നീ എൻ്റെ കുട്ടികളുടെ അമ്മയാകാൻ നിനക്ക് പറ്റുമോ, എൻ്റെ മക്കളുടെ അമ്മയാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോവിന്ദ് പറയും, ഇതും വേണ്ട അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വിചാരിക്കുക ഇതൊന്നും വേണ്ട, വേറൊരു രീതിയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഗോവിന്ദ് വേറെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം ഗീതുവാണ് ഒരു പേപ്പറിൽ ലെറ്ററൊക്കെ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചിട്ട് ഗീതു എഴുതിയത് ഒരലമാരിയുടെ ഉള്ളിൽ കബോർഡ് തുറക്കുവാണ്. കബോർഡ് തുറന്നിട്ട് കുറച്ച് ടെഡി ബിയറും ഒരു ഫ്ലവർ വേസിൻ്റെ ഉള്ളിൽ ഫ്ലവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ലെറ്റർ വെക്കുക. എന്നിട്ട് എഴുതിയിട്ട് മടക്കി, ഇനി എൻ്റെ ഡോറാബുജി കളി തുടങ്ങണം എന്നിട്ട് വന്നിട്ട് വാഷ്റൂമിൻ്റെ അങ്ങോട്ട് ഗീതു ഒരു വാഷ്റൂമിൽ എഴുതിയിട്ട് ഒരു ആരോ ഇട്ട് വെക്കണം. എന്നിട്ട് വാഷ്റൂമിൽ ഒരു പേപ്പറിൽ എഴുതി എന്തോ അതിൻ്റെ ഉള്ളിലും വെക്കുന്നുണ്ട്. എന്നിട്ട് ഗീതു വേറൊരു പേപ്പർ മടക്കി അതിലെഴുതിയിട്ട് ബെഡിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്. അവിടെയും ഗീതു ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോരോ പേപ്പറുകൾ ഇങ്ങനെ ഹിൻഡിട്ട് കൊടുത്തേക്കുന്ന പോലെ ഗീതു എഴുതി വെക്കുവാണ്. എന്നിട്ട് ഗീതു വിചാരിക്കുന്നുണ്ട്, ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്, ഗോവിന്ദേട്ടൻ വരുമ്പോൾ തന്നെ എന്നാൽ വാഷ്റൂമിൽ പോകും, അതുകൊണ്ട് വാഷ്റൂമിലേക്കെന്നുള്ള രീതിയിൽ വാഷ്റൂം എന്ന് എഴുതിയിട്ട് ആരോ ഇട്ടുന്നുണ്ട്. എന്താണേലും വാഷ്റൂം, ബെഡിൻ്റെ കവറിൻ്റെ അടി, അതിനുശേഷം കബോർഡ്, ഇതെന്താണേലും സക്സസ് ആകും, ഇത് സൂപ്പറാണ്, ഇതെന്താണ് സൂപ്പറാകും എന്ന് പറഞ്ഞിട്ട് ഗീതു ഡോറാബുജിയുടെ കളി കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പറയുന്നത്. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗീതു ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഡാൻസൊക്കെ കളിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഗോവിന്ദാണെങ്കിൽ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുവാണ്. അതിൽ ഗോവിന്ദ് ഇങ്ങനെ മാറി നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അയ്യപ്പേട്ടൻ വന്ന് ചോദിക്കും, എന്താ കുഞ്ഞെ കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ അയ്യപ്പേട്ടാ വരാത്തേന്ന് ചോദിക്കുമ്പോഴേ, കുഞ്ഞെ എന്തോ വലിയ പരിപാടിയില്ല, അത് കഴിയട്ടെ എന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. എന്താ മോൾ പറഞ്ഞ് എനിക്കതൊന്ന് കേൾക്കണമെന്ന് പറയും. ഇല്ലില്ല, അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കേൾക്കുള്ളൂ, അയ്യപ്പേട്ടനെ ഞങ്ങൾ കേൾപ്പിക്കില്ല, ഞാൻ കേൾപ്പിക്കത്തില്ല, ഇത് ഗീതുവിന് വേണ്ടിയുള്ള സ്പെഷ്യലാണ്, എന്നാലും നമുക്കിടയിൽ അങ്ങനെ വേണം കുഞ്ഞ്. എന്നാലും എന്താ പറഞ്ഞത്, അത് ഞാനൊരു പാട്ടൊക്കെ വെച്ചിട്ട് ആദ്യം എൻ്റെ പാട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ്, അതേതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഒരു പാട്ട് അയ്യപ്പേട്ടൻ പറയും, ഇതാണോ? അതൊന്നും അല്ല, ഞാനും ഗീതും കൂടെ കാട്ടിലായിരുന്ന സമയത്ത് അവൾ എന്നോട് പാടാൻ ആവശ്യപ്പെട്ടൊരു പാട്ടുണ്ട്, അത് ഞാൻ പാടി റെക്കോർഡ് ചെയ്തു, അതിന് ശേഷമാണ് എനിക്ക് പറയാനുള്ള ഞാൻ അവളുടെ അടുത്ത് മനസ്സ് തുറന്നേക്കുന്നതെന്ന് പറയുന്നു. അപ്പം അയ്യപ്പേട്ടൻ ഓർക്കും, ഇത് സക്സസ് ആകുമല്ലോ, നല്ല കാര്യമാണല്ലോ, എന്താണേലും ഇത് കണ്ടത് ഞാൻ പെൻഡ്രൈവിലാക്കി, അവളുടെ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകുമല്ലോ, ഈ പെൻഡ്രൈവിൽ ഞാൻ അതിലിടും, അവൾ ഇത് ഓണാക്കുമ്പോൾ തന്നെ ഇത് അവൾക്ക് കേൾക്കാൻ പറ്റും, അവൾ തന്നെ ഉണ്ടാകുകയുള്ളൂ, അപ്പോൾ ഇത് നല്ല കാര്യമാകുമല്ലോ എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ അയ്യപ്പേട്ടനെ ഓർക്കും, ഇത് സക്സസ് ആണല്ലോ എന്ന് വിചാരിച്ച് എന്താണെങ്കിലും രണ്ടുപേരും ഇന്ന് പ്രണയം തുറന്ന് പറഞ്ഞിരിക്കും. ഗീതു ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് കാഞ്ചന വരുന്നത്. കാഞ്ചന വരുമ്പോഴത്തേക്കും ചോദിക്കും, ഇന്ന് ഞാൻ ഭയങ്കര പ്രണയ ലോലുപയായി നടക്കുകയാണ്, എന്താ കാഞ്ചനാക്കാന്ന് നിൽക്കുക. അപ്പോൾ പറയും, ഇതെന്താ കുഞ്ഞ് വാഷ്റൂം എന്നൊക്കെ എഴുതിക്കുന്നത്, ഇതെന്താ ഗോവിന്ദ് സാറിന് അറിയില്ല ഇത് വാഷ്റൂമാണെന്ന്. അപ്പോൾ പറയും, ഇങ്ങോട്ട് നിന്നേ റൂമിലേക്ക് ഗോവിന്ദേട്ടനെ മാത്രമേ ഈ റൂമിലേക്ക് പ്രവേശനമുള്ളൂ, വേറെ ആർക്കും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പ്രണയത്തിലാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗീതു ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ഗീതു ഇങ്ങനെ കാഞ്ചന കയ്യെ പിടിച്ചൊക്കെ ഡാൻസ് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും പറയും, ഒരു കാര്യമുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ ബോക്സിങ്ങുകാർ വന്നിട്ടുണ്ടെന്ന് പറയും. ബോക്സിങ്ങോ? അതേ ഉണ്ട്, ഒരു പോപ്പ് സിംഗ് ഗായിക വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. എന്താ പറയുന്നത്, ഞാനിവരെയൊന്നും അറിയില്ലല്ലോ. അതൊക്കെ ഉണ്ട്, അതെ ഒരു വിജയലക്ഷ്മി വന്നിട്ടുണ്ടെന്ന് പറയും. വിജയലക്ഷ്മി മാം വന്നിട്ടുണ്ടോ എന്ന് പറയും. അത് രാധികാമ്മയായിട്ട് താഴെ കിടന്ന് നല്ല അടിയ നടക്കുന്നുണ്ടെന്ന് പറയും. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഗീതു വേഗം ഇറങ്ങി പോവുക കേട്ടോ താഴത്തേക്ക്.
അതേസമയം അല്ലെ ഫോണും എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയും. അമ്മ എന്താ അമ്മ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഗീതു ഇങ്ങനെ പ്രണയലേഖനമൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് വിജയലക്ഷ്മി വീട്ടിൽ വരുന്നത്. വിജയലക്ഷ്മി വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ വരുണും രാധികയും കൂടെ ചെന്നിട്ട് ചോദിക്കും, എന്തിനാ വന്നത്, ഇവിടെ ആരെ കാണാനാ വന്നത്, നിങ്ങളിവിടെ വരരുത്, നിങ്ങൾക്ക് വലിഞ്ഞു കയറി വന്നേക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളുടെ അടുത്ത് ഇങ്ങനെ വിജയലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വരുൺ ചോദിക്കുവാണ്, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വന്നത്, നിങ്ങൾക്ക് ഇവിടെ ആരുമായിട്ടാണ് ബന്ധമെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും രഞ്ജു, ഞാൻ പറഞ്ഞിട്ടാണ് അവരിവിടെ വന്നതെന്നും പറഞ്ഞ് രഞ്ജു ചെല്ലും. ആ സമയത്താണ് ഗീതു ഇറങ്ങി ചെല്ലുന്നത്. ഗീതു ഇറങ്ങി ചെന്ന് അമ്മ എന്താ അമ്മ വന്ന് പുറത്തേക്ക് നമ്മൾ കയറി വാമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ എന്തിനാണ് അകത്തേക്ക് കയറുന്നത്, ഇവരെ ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഇവർ നൈസായിട്ട് അകത്ത് കയറാൻ വന്ന് ആദ്യം മോളെ പറഞ്ഞു വിട്ടു, പിന്നെ ഇവർ കയറാൻ വേണ്ടി നോക്കുവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗീതു വരുന്നതിന് മുന്നേ രഞ്ജു പറയുന്നുണ്ട്, രഞ്ജു പറയുന്നുണ്ട്, ഞാൻ പറയണോ ഗീതുവിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും പറയണോ എന്ന് ചോദിച്ച് രഞ്ജു ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും രാധികാമ്മ ഒന്നും മയത്തിലാകുന്ന സമയത്താണ് ഇങ്ങനെ ഇവരെ കയറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഗീതു ഇറങ്ങി വരുന്നത്. നമുക്ക് അകത്ത് കയറി വരാൻ പറഞ്ഞ് ഗീതു വിളിക്കും. അപ്പോഴത്തേക്കും വരുൺ പറയും, ഇവരെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗീതു പറയും, എന്നാൽ ഞാൻ ഗോവിന്ദേട്ടനെ എൻ്റെ അടുത്തൊന്ന് വിളിച്ചിട്ട് കുറച്ച് വീഡിയോ സെൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോഴത്തേക്കും വരുൺ പറയാം, നീ അങ്ങോട്ട് സെൻഡ് ചെയ്യുമെന്ന് പറയും. അപ്പോഴത്തേക്കും വരുൺ ചോദിക്കും, ഇവരെ രഞ്ജു ഗോവിന്ദേട്ടൻ്റെ ഫ്രണ്ടല്ലേ, പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റുന്നത്. അപ്പോഴത്തേക്കും രഞ്ജു പറയും, നീയേ ഒന്നും അറിയാതെ നിനക്ക് കഥയൊന്നും അറിയില്ലാത്ത ചെക്കനാ നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുണിന് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട്, നീ എങ്ങനെയാണ് ഈ വീട്ടിൽ കയറിയ പോലെ കയറേണ്ട ഗതികേടൊന്നും എനിക്ക് ഈ വീട്ടിൽ വന്ന് വലിഞ്ഞു കയറേണ്ട അവസ്ഥയില്ല എന്ന് തന്നെയാണ്, ഞാൻ അല്ലാതെ തന്നെ ഞാൻ ഈ വീട്ടിലെ സ്ഥാനം ഞാൻ ഉറപ്പിക്കും എന്നാണ് വിജയലക്ഷ്മി രാധികയുടെ അടുത്ത് പറയുന്നത്. അപ്പോഴത്തേക്കും ഈ വീഡിയോ നീ ഒന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. CD സെൻഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട സെൻഡ് ചെയ്യൊന്നും വേണ്ട, വരുണിനോട് പറയും, നീ ഒന്ന് അടങ്ങ് എന്ന് പറയും, ഞാൻ തന്നെ അവരെ സ്വീകരിച്ചോളാം എന്ന് പറയും. അപ്പോൾ പറയും, ഈ വീട്ടിൽ വരുന്നവരെയൊക്കെ രാധികാമ്മയാണ് സ്വീകരിക്കുന്നത്, അപ്പോൾ രാധികാമ്മ തന്നെ ഇവരെ അകത്തേക്ക് സ്വീകരിക്കും അല്ലേ രാധികാമ്മ എന്ന് ഗീതു ചോദിക്കുന്നുണ്ട്. ഞാൻ സ്വീകരിക്കും, ഇവിടെ പുറത്തുമേ ഒരു സ്വീകരണമുണ്ട്, അകത്ത് വേറെ സ്വീകരണം വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാധിക ഇങ്ങനെ വിജയലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്താണേലും ഗീതുവിൻ്റെ പ്രണയലേഖനം ഗോവിന്ദ് കാണാനും വഴിയുണ്ടാകും. ആ പെൻഡ്രൈവിലാക്കിയേക്കുന്നത് ഗീതുവിന് കേൾക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ ഗീതുവിൻ്റെ വണ്ടിയിൽ പ്രിയയും രേഖയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഗീതുവിൻ്റെ കൂടെ പോകാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ബാക്കി നാളത്തെ നമുക്ക് ഡീറ്റെയിൽ കഥയായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ.